സംയുക്ത സൈനിക മേധാവിയുടെ കാലാവധി നീട്ടി 2026 മെയ് 30 വരെയാണ് ജനറൽ അനിൽ ചൌഹാന്റെ കാലാവധി കേന്ദ്രം നീട്ടിയത്. സെപ്റ്റംബർ 30 വരെയായിരുന്നു കാലാവധി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഈ മാസം വിരമിക്കേണ്ടതായിരുന്നു ശരിക്കും, ഇപ്പോൾ കാലാവധി നീട്ടി നൽകുന്നു. എന്താണ് അതിന് പിന്നിൽ? അത്തരത്തിൽ എന്തെങ്കിലും വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടോ? പ്രജിൻ, ഇന്ന് ചേർന്ന കേന്ദ്ര ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്സ് കമ്മിറ്റിയാണ് ഈ തീരുമാനം ഇപ്പോൾ ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. ഈ മാസം 30-നായിരുന്നു ജനറൽ അനിൽ ചൌഹാന്റെ കാലാവധി അവസാനിക്കേണ്ടിയിരുന്നത്. അത് അടുത്ത വർഷം 2026 മെയ് 30 വരെയാണ് നീട്ടിയിട്ടുള്ളത്. 2022-ലാണ് ജനറൽ അനിൽ ചൌഹാൻ CDS സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേൽക്കുന്നത്. ജനറൽ ബിപിൻ റാവത്തിന്റെ വിയോഗത്തോടെയാണ് അദ്ദേഹം സംയുക്ത സൈനിക മേധാവിയായി വരുന്നത്. അതിനുശേഷം അദ്ദേഹം നിരവധി സൈനിക ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകി. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തീകരിച്ചു. ഒടുവിൽ കഴിഞ്ഞ ആഴ്ച കൊൽക്കത്തയിൽ ചേർന്ന ഈ സംയുക്ത സേന കമാൻഡർമാരുടെ യോഗത്തിൽ സംയുക്ത സേന കമാൻഡ്മെന്റും തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ സേനയിൽ വലിയ ആധുനികവൽക്കരണത്തിനും വലിയ ശാക്തീകരണത്തിനും തുടക്കം കുറിച്ച ഒരു സംയുക്ത സേനാ മേധാവി എന്നൊരു പേരിലാണ്, ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ കാലാവധി അടുത്ത വർഷം മെയ് 30 വരെ നീട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.